ബാർക്കോഴ കേസിൽ മന്ത്രി കെ ബാബുവിനെതിരെ കൂടുതൽ മൊഴികൾ പുറത്തുവന്നു. ബാർ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിമാരായ 6 ബാറുടമകളാണ് ബാബുവിനെതിരെ മൊഴി നൽകിയിരിക്കുന്നത്. ബാർ ലൈസൻസ് ഫീസ് കൂട്ടാതിരിക്കാൻ പണപ്പിരിവ് നടത്തിയെന്ന് ഇവരുടെ മൊഴിയിൽ പറയുന്നു. മൊഴിയുടെ പകർപ്പ് പീപ്പിൾ TV പുറത്തുവിട്ടു. ബാർ ലൈസൻസ് ഫീസ് കൂട്ടാതിരിക്കാൻ മന്ത്രി കെ ബാബുവിന് 10 കോടി രൂപ കോഴ നൽകിയെന്ന ബിജു രമേശിന്റെ ആരോപണത്തെ സാധൂകരിക്കുന്ന തരത്തിൽ 6 ബാറുടമകൾ വിജിലൻസിന് മൊഴി നൽകിയിരുന്നു. ബാറുടമകളുടെ അസോസിയേഷനായ KBHAയുടെ 6 ജില്ലകളിലെ സെക്രട്ടറിമാരാണ് മൊഴി നൽകിയിരുന്നത്. ലൈസൻസ് നിരക്ക് 30 ലക്ഷമായി കൂട്ടുന്നത് ഒഴിവാക്കാൻ പണപ്പിരിവ് നടത്തിയെന്നാണ് ഇവരുടെ മൊഴി. മൊഴിയുടെ പകർപ്പുകൾ പീപ്പിൾ TV പുറത്തുവിട്ടു. ഇടുക്കി ജില്ലാ സെക്രട്ടറിയും തൊടുപുഴയിലെ ബാറുടമയുമായ ദീപുവിന്റെ മൊഴി ശ്രദ്ധിക്കുക. 2013 ജനുവരിയിൽ KBHAയുടെ ജില്ലാ ഭാരവാഹികളുടെ യോഗം കൊച്ചിയിലെ ഓഫീസിൽ ചേർന്നു. സംസ്ഥാന പ്രസിഡന്റ് രാജ്കുമാർ ഉണ്ണി, സെക്രട്ടറി ധനേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. വരുന്ന സാമ്പത്തിക വർഷത്തിലേക്ക് ബാർ ലൈസൻസ് ഫീ 22 ലക്ഷത്തിൽ നിന്ന് 30 ലക്ഷമായി ഉയർത്താൻ എക്സൈസ് വകുപ്പ് മന്ത്രി കെ ബാബു തീരുമാനിച്ചെന്ന് രാജ്കുമാർ ഉണ്ണി യോഗത്തെ അറിയിച്ചു. ഇതൊഴിവാക്കാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാനും ആവശ്യപ്പെട്ടു. കോഴ നൽകാനായി 75,000 രൂപ വീതം ബാറുടമകളിൽ നിന്ന് പിരിക്കാൻ തുടർന്ന് യോഗം തീരുമാനിച്ചു. ബാർ ലൈസൻസിന്റെ നിരക്ക് ഉയർത്തുന്നത് ഒഴിവാക്കാൻ പണം പിരിച്ചെന്ന് മറ്റ് 5 ബാറുടമകളും മൊഴി നൽകിയിരുന്നു. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും സേവിയേഴ്സ് ബാറുടമയുമായ കാർത്തികേയകുമാർ, പാലക്കാട് ജില്ലാ സെക്രട്ടറി സതീഷ്, കൊല്ലം ജില്ലാ ഭാരവാഹിയും പരവൂർ പടിപ്പുര ബാറിന്റെ ഉടമയുമായ ഷൈൻ, മലപ്പുറം ജില്ലാ സെക്രട്ടറി അനിൽ തുടങ്ങിയവരാണ് കോഴ പിരിച്ചതായി മൊഴി നൽകിയത്. തൃശൂരിലെ ബാറുടമ CD ജോഷി നൽകിയ മൊഴിയുടെ വിശദാംശങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. എന്നാൽ സുപ്രധാനമായ ഈ മൊഴികൾ വിജിലൻസ് പരിഗണിച്ചില്ല. ബാർ ലൈസൻസ് നിരക്ക് ഉയർത്താതിരിക്കാൻ കൈക്കൂലി നൽകിയെന്ന് 6 ബാറുടമകളാണ് വിജിലൻസിന് മൊഴി നൽകിയത്. 6 പേരും ബാറുടമകളുടെ സംഘടനയുടെ ജില്ലാ സെക്രട്ടറിമാർ. ശക്തമായ ഈ മൊഴികൾ അവഗണിച്ചുകൊണ്ടാണ് കെ ബാബുവിനെതിരായ കേസ് എഴുതിത്തള്ളിയത്. MR സജേഷ്, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. KM മാണിക്കെതിരെ പുതിയ ആരോപണവുമായി വീണ്ടും ബിജു രമേശ്. നികുതി കുറയ്ക്കുന്നതിനായി ഫ്ളാറ്റ് ഉടമകളിൽ നിന്ന് മാണി 5 കോടി രൂപ വാങ്ങിയെന്ന് ബിജു രമേശ് വെളിപ്പെടുത്തി. നികുതി കൂട്ടാതിരിക്കാനാണ് ഫ്ളാറ്റ് ഉടമകൾ പണം നൽകിയത്. ഇത് സംബന്ധിച്ച് ഫ്ളാറ്റ് ഉടമകളുടെ ശബ്ദരേഖ കയ്യിലുണ്ടെന്നും ബിജു രമേശ് വ്യക്തമാക്കി. ആലുവയിലൊരു ഫ്ലാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബിൽഡേഴ്സിൻ്റെ അതുകൊണ്ടാണ് ബിൽഡേഴ്സ് എന്നെ വിളിച്ചത്. അതിൻ്റെ പ്രധാനപ്പെട്ട ബിൽഡേഴ്സിൽ എന്നെ വിളിച്ചു. 10 കോടി രൂപ ഫ്ലാറ്റിൻ്റെ ടാക്സ് വർദ്ധിപ്പിക്കാതിരിക്കാൻ വേണ്ടി മാണി സാർ ചോദിക്കുകയാണ്. അതിൽ 5 കോടി രൂപ അവർ കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഒരു ഷെയർ ചോദിച്ചുകൊണ്ടാണ് എന്നെ വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു എൻ്റെ ഫ്ലാറ്റിൻ്റെ പണിയൊക്കെ തീർന്നു, ഇനി പുതിയ പ്രോജക്റ്റ് വരണമെങ്കിൽ ആ പ്രോജക്റ്റ് വരണമെങ്കിൽ മാത്രമേ ഞാൻ എൻ്റെ ഷെയർ ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അവർ കൊടുത്തതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാനുമായി സംസാരിക്കുന്നത് ഇത് കംപ്ലീറ്റ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ CD എൻ്റെ ഇരിപ്പുണ്ട്. ബാർ ലൈസൻസുമായി ബന്ധപ്പെട്ട് 30 ലക്ഷം രൂപ മന്ത്രിമാർക്ക് നൽകാനായി പിരിച്ചെടുത്തെന്ന് ബാറുടമ CD ജോഷി പീപ്പിൾ TVയോട് പറഞ്ഞു. തുക ബാബു അടക്കമുള്ള മന്ത്രിമാർക്ക് വീതിച്ചു നൽകിയെന്നും CD ജോഷി വ്യക്തമാക്കി. CD ജോഷിയുടെ ആരോപണം ഗുരുതരമെന്നും കേരള യാത്രയ്ക്ക് മുമ്പ് ബാബുവിനെതിരെ FIR രജിസ്റ്റർ ചെയ്യാൻ സുധീരൻ മുൻകൈയെടുക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. പീപ്പിൾ TVയുടെ ന്യൂസ് ആൻഡ് വ്യൂസിലാണ് ബാറുടമ CD ജോഷിയുടെ വിശദീകരണം. തൃശ്ശൂർ ജില്ലയിൽ 107 ബാറുണ്ട്. അതിൽ 105 ബാറുകാരുടെ കയ്യിൽ നിന്ന് രൂപ പിരിച്ചു കൊടുത്തു. താങ്കൾ എത്ര കോൺട്രിബ്യൂട്ട് ചെയ്തു? ഞാൻ 2 ലക്ഷം രൂപ. ആർക്ക് കൊടുക്കാൻ? മന്ത്രിമാർക്ക് കൊടുക്കാൻ. ആരോപണം ഗുരുതരമെന്നും ബാബുവിനെതിരെ അടിയന്തരമായി FIR രജിസ്റ്റർ ചെയ്യാൻ VM സുധീരൻ മുൻകൈയെടുക്കണമെന്നും PC ജോർജ് ആവശ്യപ്പെട്ടു. കെ ബാബു രാജിവെക്കണം, നല്ല ഉമ്മൻചാണ്ടി രാജിവെക്കണം. ഉണ്ടാകണമല്ലോ. ഇല്ലേ പിന്നെ KPC പ്രസിഡന്റായിട്ട് എന്തിനാ ഇരിക്കുന്നത്? അങ്ങനെ ജാഥ നടത്തുന്നുണ്ടെങ്കിൽ ജനങ്ങളെ കാണണോ? അങ്ങനെ ഈ പണി ചെയ്യാതെ ജനങ്ങളെ കാണാൻ ചെന്ന ജനങ്ങൾ ആട്ടും തുപ്പും കൊടുക്കും. സർക്കാർ ഒളിച്ചു കളിച്ചാൽ നിയമസഭയ്ക്കുള്ളിലും പുറത്തും ശക്തമായ പ്രക്ഷോഭത്തിന് LDF രൂപം നൽകുമെന്ന് CPI അസിസ്റ്റന്റ് സെക്രട്ടറി K പ്രകാശ് ബാബു പറഞ്ഞു. ബാബു മന്ത്രിസ്ഥാനത്തിരുന്നു കൊണ്ടാണ് നിയമസഭാ സമ്മേളനം നടക്കുന്നതെങ്കിൽ കേരള നിയമസഭാ സമ്മേളനം വളരെ കലുഷിതമായ അന്തരീക്ഷത്തിലേ പോകാൻ പോകുന്നുള്ളൂ. ന്യൂസ് ഡെസ്ക്. കേരള കോൺഗ്രസ് എമ്മുമായി രാഷ്ട്രീയ സഖ്യത്തിന് തയ്യാറാണെന്ന് BJP. ഒരു വ്യക്തി അഴിമതി നടത്തിയതുകൊണ്ട് പാർട്ടിയുമായി സഹകരിക്കുന്നതിൽ തെറ്റില്ലെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് V മുരളീധരൻ അഭിപ്രായപ്പെട്ടു. അതേസമയം BJPക്കാർ അഴിമതിക്കാരെ ചുമക്കുന്നവരായി മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ അഭിപ്രായപ്പെട്ടു. മാണിയെ സഖ്യത്തിനായി ക്ഷണിച്ചത് BJPയുടെ ഇരട്ടമുഖത്തിന്റെ തെളിവാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചു. നിയമസഭയിൽ സാന്നിധ്യമുറപ്പിക്കാൻ BJP നടത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമായാണ് ബാർ അഴിമതിയിൽ രാജിവെക്കേണ്ടി വന്ന KM മാണിയുമായി സഖ്യത്തിന് തയ്യാറാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ V മുരളീധരൻ നിലപാട് വ്യക്തമാക്കിയത്. വെള്ളാപ്പള്ളി നടേശനുമായി ചേർന്നുള്ള SNDP BJP കൂട്ടുകെട്ട് വിവാദങ്ങൾ ഉയർത്തി നിൽക്കെയാണ് BJP മാണിയുമായി സഖ്യത്തിന് തയ്യാറാണെന്ന് വെളിപ്പെടുത്തുന്നത്.
ഒരു വ്യക്തി അഴിമതി നടത്തിയതുകൊണ്ട് പാർട്ടിയുമായി സഹകരിക്കുന്നതിൽ തെറ്റില്ലെന്നും വി മുരളീധരൻ പറഞ്ഞു. പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിൽ മാണിയുമായി സഖ്യത്തിന് തയ്യാറാണെന്നാണ് വി മുരളീധരന്റെ നിലപാട്. ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് CPM, കോൺഗ്രസ്, ലീഗ് ഒടിച്ചുള്ളവരുമായിട്ട് സഹകരിക്കാം. ഇത് മൂന്നും അല്ലാത്ത ആൾക്കാരിൽ ആരൊക്കെ പെടും? ആ പെടുന്ന ആൾക്കാരുമായിട്ട് പ്രാദേശികമായിട്ട് ജില്ലാ ഘടകങ്ങൾ ചർച്ച ചെയ്യും. ഉചിതമായ തീരുമാനം ജില്ലാ ഘടകം എടുക്കും. അഴിമതിക്കാരനെതിരായിട്ടാണ് സമരം, പാർട്ടിക്കെതിരായിട്ടല്ല. പ്രാദേശികമായിട്ട് സഹകരിക്കുന്നതുകൊണ്ട് മാണിക്കെതിരായിട്ടുള്ള പോരാട്ടം അവസാനിപ്പിക്കേണ്ടി വരും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയും വേണം. അതേസമയം മാണിയെ സഖ്യത്തിനായി ക്ഷണിച്ച BJPയുടേത് ഇരട്ടമുഖമാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചു. മാണിയെ JSD സമിതി ചെയർമാനാക്കിയത് രഹസ്യധാരണ അനുസരിച്ചാണെന്നും കോടിയേരി പറഞ്ഞു. അരുൺ ജെയ്റ്റ്ലി കേന്ദ്ര ധനകാര്യമന്ത്രി കേരളത്തിൽ വന്ന് KM മാണിയുടെ ഒരു പുസ്തകം തന്നെ പ്രസിദ്ധീകരിക്കുന്ന നിലപാട് സ്വീകരിച്ചത് കേന്ദ്രതലത്തിൽ BJP നേതൃത്വവും മാണിയും തമ്മിലുണ്ടായിരുന്ന അന്നത്തെ രഹസ്യധാരണയുടെ ഭാഗമായിട്ടാണ് അത്തരത്തിൽ അഖിലേന്ത്യാ തലത്തിലുള്ള കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് കേസിൽ പ്രതിയായിട്ടും മാറ്റാതിരുന്ന BJPയുടെ സമീപനം. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ വി മുരളീധരൻ നടത്തിയിട്ടുള്ള ഈ പ്രസ്താവന. മാണിയെ കൂടി പാർട്ടിയിലേക്ക് ക്ഷണിച്ചതോടെ BJPക്കാർ അഴിമതിയെ ചുമക്കുന്നവരായി മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനും പ്രതികരിച്ചു. അപ്പോൾ മുരളീധരനും BJPയും എല്ലാം അഴിമതിക്കാരെ പേറുന്നവരായിട്ട് വരികയാണ്. അത് നല്ലതാണോ ഇല്ലയോ എന്നുള്ളത് അവരാണ് ചിന്തിക്കേണ്ടത്. നല്ലതല്ല. ന്യൂസ് ഡെസ്ക്. തോട്ടം തൊഴിലാളികൾക്ക് മിനിമം കൂലി വർദ്ധിപ്പിച്ചു നൽകാൻ തിരുവനന്തപുരത്ത് ചേർന്ന പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി യോഗത്തിൽ തീരുമാനമായി. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന PLC യോഗത്തിലെ തീരുമാനമാണ് തോട്ടം ഉടമകൾ നടപ്പാക്കേണ്ടത്. ഇതിനുശേഷം തോട്ടം ഉടമകൾ ഉന്നയിച്ച വിഷയങ്ങളും തൊഴിലാളികളുടെ മറ്റാവശ്യങ്ങളും ചർച്ച ചെയ്യുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന PLC യോഗത്തിലെ കൂലി വർധന സംബന്ധിച്ച തീരുമാനം നടപ്പാക്കില്ലെന്ന തോട്ടമുടമകളുടെ പ്രഖ്യാപനത്തെ തുടർന്നായിരുന്നു മന്ത്രി ഷിബു ബേബി ജോൺ വീണ്ടും പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി യോഗം വിളിച്ചത്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലെ കൂലി വർധന ആദ്യം നടപ്പാക്കട്ടെയെന്നും ബോണസ് അടക്കമുള്ള മറ്റാവശ്യങ്ങൾ പിന്നീട് ചർച്ച ചെയ്യാനും യോഗത്തിൽ ധാരണയായി. ഇക്കാര്യത്തിൽ ആദ്യം തോട്ടമുടമകൾ വഴങ്ങിയില്ലെങ്കിലും പിന്നീട് സർക്കാർ നിലപാടിനോട് യോജിക്കുകയായിരുന്നുവെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ വ്യക്തമാക്കി. മുൻകാല പ്രാബല്യം ഉണ്ടായിരിക്കും. ആ വിഷയങ്ങളൊക്കെ പിന്നീട് ചർച്ച ചെയ്യുന്നുള്ളൂ. ആദ്യം ഗവൺമെന്റിന്റെ മുമ്പിൽ എടുത്ത തീരുമാനം നടപ്പിലാക്കുക എന്നുള്ള ഒറ്റ കാര്യമാണെന്ന് ഡിസ്കസ് ചെയ്തത്. പൂർണ്ണമായി അംഗീകരിച്ചു. അത് അംഗീകരിച്ച് നടപ്പിലാക്കി വന്നാൽ മാത്രമേ ബാക്കി കാര്യങ്ങൾ, ഇൻഡസ്ട്രിയിൽ പ്രശ്നമുണ്ട്, അവർക്ക് പല പ്രതിസന്ധി നേരിടുന്നുണ്ട്, ഇതിന് വിലയില്ല, ഇതെല്ലാം ഗവൺമെന്റിന് അറിയാം. പക്ഷേ ഗവൺമെന്റിന്റെ തീരുമാനം നടപ്പിലാക്കിയതിന് ശേഷം മാത്രമേ ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുള്ളൂ. നവംബർ മാസം മുതൽ മിനിമം കൂലി വർധന നടപ്പാക്കണം. റബ്ബർ മേഖലയിൽ 380 രൂപയും ഏലം, കുരുമുളക് മേഖലയിൽ 330ഉം തേയില വിഭാഗത്തിൽ 301 രൂപയുമാണ് മിനിമം കൂലി. കൂലിയുടെ കാര്യത്തിൽ മുൻകാല പ്രാബല്യമുണ്ടാകും. എന്നാൽ ഇക്കാര്യം പിന്നീട് ചർച്ച ചെയ്യും. തോട്ടം മേഖലയിലെ നികുതി ഇളവ് സംബന്ധിച്ച പുതിയ ഉത്തരവ് പുറത്തിറക്കും. തൊഴിലാളികൾ അവരുടെ തൊഴിലിന്റെ ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കുന്ന വിഷയത്തിലും പിന്നീട് തീരുമാനമുണ്ടാക്കാനും 2.5 മണിക്കൂർ നീണ്ട PLC യോഗത്തിൽ തീരുമാനമായി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൊച്ചി കോർപ്പറേഷൻ മേയർ സ്ഥാനത്തെ ചൊല്ലി A ഗ്രൂപ്പിൽ ഭിന്നത രൂക്ഷം. 2.5 വർഷം വീതം മേയർ സ്ഥാനം പങ്കിടാനുള്ള തീരുമാനത്തിൽ KPCC അതൃപ്തി രേഖപ്പെടുത്തി. ഇതോടെ നാളെ ചേരുന്ന കോർപ്പറേഷനിലെ UDF പാർലമെന്ററി പാർട്ടി യോഗത്തിന് മുൻപ് തീരുമാനമെടുക്കാനാവാത്ത അവസ്ഥയിലാണ് A ഗ്രൂപ്പ്. കൊച്ചി കോർപ്പറേഷൻ മേയർ സ്ഥാനം A ഗ്രൂപ്പിനും ഡെപ്യൂട്ടി മേയർ സ്ഥാനം I ഗ്രൂപ്പിനും നൽകാൻ ധാരണയായിരുന്നു. എന്നാൽ A ഗ്രൂപ്പിനകത്തു നിന്നും അവകാശവാദങ്ങളുമായി കൂടുതൽ പേർ രംഗത്തെത്തിയതോടെ മേയർ സ്ഥാനം 2.5 വർഷം വീതം പങ്കിടാൻ A ഗ്രൂപ്പിൽ ധാരണയാവുകയായിരുന്നു. ആദ്യ 2.5 വർഷം ഷൈനി മാത്യുവിനും തുടർന്ന് സൗമിനി ജെയിനെയും മേയറാക്കാൻ കഴിഞ്ഞ ദിവസം ചേർന്ന A ഗ്രൂപ്പ് യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യത്തിലാണ് KPCCയുടെ ഇടപെടലുണ്ടായിരിക്കുന്നത്. തീരുമാനം KPCCയുടെ മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമാണ്. പ്രത്യേക സാഹചര്യങ്ങളിലല്ലാതെ മേയർ സ്ഥാനം പങ്കിടരുതെന്നായിരുന്നു KPCCയുടെ മാർഗനിർദ്ദേശങ്ങളിലൊന്ന്. കൂടാതെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന നൽകണമെന്നും നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഈ 2 മാനദണ്ഡങ്ങളും ലംഘിച്ചതാണ് KPCCയുടെ അതൃപ്തിക്ക് കാരണമായത്. ചൊവ്വാഴ്ച ചേരുന്ന കോർപ്പറേഷനിലെ UDF പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഉചിതമായ തീരുമാനമെടുക്കാനാണ് KPCCയുടെ നിർദ്ദേശം. അതേസമയം I ഗ്രൂപ്പിന് ലഭിച്ച ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് TJ വിനോദിന്റെ പേരാണ് പരിഗണനയിലുള്ളത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കണ്ണൂർ കോർപ്പറേഷൻ ഭരണം പിടിക്കാൻ കോൺഗ്രസ് വിമതൻ PK രാഗേഷിനോട് I ഗ്രൂപ്പ് അടിയറവ് പറഞ്ഞു. വിമതനെ തിരിച്ചെടുക്കാൻ
പ്രശ്നമില്ലെന്ന് കണ്ണൂർ DCC KPCC അറിയിച്ചു. അതേസമയം ജില്ലയിൽ നേതൃമാറ്റമുണ്ടാകാതെ UDFനെ പിന്തുണയ്ക്കില്ലെന്ന നിലപാടിലാണ് രാഗേഷ്. കണ്ണൂർ കോർപ്പറേഷനിൽ വിമതന് അടിയറവ് പറഞ്ഞ് കോർപ്പറേഷൻ ഭരണം നേടാൻ UDF തീരുമാനിച്ചു. KPCC പ്രസിഡന്റ് VM സുധീരൻ UDF നേതൃയോഗത്തിലും K സുധാകരൻ, K സുരേന്ദ്രൻ എന്നിവർ കണ്ണൂർ പ്രസ് ക്ലബിലും മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ ദൃഢസ്വരത്തിൽ പറഞ്ഞത് ഒരു കാരണവശാലും വിമതനെ കൂടെ കൂട്ടില്ലെന്നായിരുന്നു. എന്നാൽ കണ്ണൂരിൽ കോൺഗ്രസ് I വിഭാഗത്തിനേറ്റ തിരിച്ചടി അപ്രതീക്ഷിതമായിരുന്നു. 55 സീറ്റിൽ 27 സീറ്റ് നേടി LDF ചരിത്രം കുറിച്ചു. 27 സീറ്റിൽ UDFന് തൃപ്തിപ്പെടേണ്ടി വന്നപ്പോൾ കോൺഗ്രസ് പുറത്താക്കിയ വിമതൻ ജയിച്ചു കയറി കോർപ്പറേഷൻ ഭരണത്തിന്റെ നിർണായക ശക്തിയായി. I ഗ്രൂപ്പിൽ നിന്നും P രാമകൃഷ്ണനോടൊപ്പം A ഗ്രൂപ്പിലേക്ക് ചേക്കേറിയ PK രാഗേഷ് കോർപ്പറേഷനിൽ നിർണായക ശക്തിയായതോടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം K സുധാകരനും I വിഭാഗത്തിനും കർണത്തേറ്റ അടിയായി മാറി രാഗേഷിന്റെ വിജയം. INL സ്വതന്ത്രനെ കുതിരക്കച്ചവടം നടത്തി രാഗേഷിനെ അകറ്റി നിർത്താനുള്ള അടവും വിജയിച്ചില്ല. പ്രാദേശികതല തീരുമാനമെന്ന് പറഞ്ഞ് KPCC പ്രസിഡന്റും കൈയൊഴിഞ്ഞു. യുദ്ധതന്ത്രങ്ങളെല്ലാം പൊളിഞ്ഞ് അവസാനം K സുധാകരൻ രാഗേഷിന് മുന്നിൽ മുട്ടുകുത്തുന്ന കാഴ്ചയാണ് മാധ്യമലോകം കണ്ടത്. അദ്ദേഹത്തെ UDFന് പിന്തുണ നൽകാൻ അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുന്ന കാര്യത്തിൽ ഇവിടെ ഐക്യകണ്ഠ്യേന ഞങ്ങൾ എടുത്ത തീരുമാനമാണ്. കോർപ്പറേഷൻ ഭരണം നേടിയാലും A വിഭാഗത്തിന്റെ ശക്തമായ തിരിച്ചുവരവ് K സുധാകരനും I വിഭാഗത്തിനും ഉണ്ടാക്കുന്ന ക്ഷീണം ചെറുതല്ല. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. സോളാർ കേസിലെ പ്രതി ബിജു രാധാകൃഷ്ണനുമായി ജയിൽ സൂപ്രണ്ട് രഹസ്യ ചർച്ച നടത്തിയത് വിവാദമാകുന്നു. പൂജപ്പുര ജയിൽ സൂപ്രണ്ട് AG സുരേഷാണ് ബിജുവുമായി മണിക്കൂറുകളോളം കൂടിക്കാഴ്ച നടത്തിയത്. സംഭവം വിവാദമായതിനെ തുടർന്ന് IG H ഗോപകുമാറിനെ അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തി. സോളാർ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി ബിജു രാധാകൃഷ്ണനുമായി പൂജപ്പുര സെൻട്രൽ ജയിൽ സൂപ്രണ്ട് AG സുരേഷാണ് ജയിലിൽ വെച്ച് മണിക്കൂറുകളോളം രഹസ്യ ചർച്ച നടത്തിയത്. സോളാർ കമ്മീഷൻ ഹാജരാകാൻ ആവശ്യപ്പെട്ട ദിവസത്തിന് മുമ്പായി ഒക്ടോബർ 19 വൈകിട്ട് 6:55 ലോക്കപ്പിൽ നിന്ന് പുറത്തിറക്കിയ ബിജുവിനെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രാത്രി 8:20 തിരികെ പ്രവേശിപ്പിച്ചത്. തുടർന്ന് പലതവണ ഇത് ആവർത്തിച്ചു. ഏറ്റവും ഒടുവിൽ നവംബർ 12 ബിജുവിനെ സോളാർ കമ്മീഷന് മുന്നിൽ ഹാജരാക്കാനിരിക്കെ നവംബർ 7 സൂപ്രണ്ട് ബിജുവുമായി രഹസ്യ ചർച്ച നടത്തി. പിന്നീട് 12 ബിജുവിനെ കമ്മീഷന് മുന്നിൽ ഹാജരാക്കിയതുമില്ല. തുടർന്ന് സൂപ്രണ്ടിനെ കമ്മീഷൻ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു. സാധാരണഗതിയിൽ വൈകിട്ട് 6:30 തടവുകാരെ ലോക്കപ്പിൽ പ്രവേശിപ്പിച്ചാൽ പിന്നീട് പുറത്തിറക്കാൻ പാടില്ലെന്നിരിക്കെയാണ് ചട്ടങ്ങൾ ലംഘിച്ച് ജയിൽ സൂപ്രണ്ട് സോളാർ കേസിലെ പ്രധാന പ്രതിയുമായി നിരന്തരം കൂടിക്കാഴ്ച നടത്തിയത്. കൂടിക്കാഴ്ചയ്ക്ക് പിന്നിൽ കേസ് അട്ടിമറിക്കാനുള്ള നീക്കമാണെന്ന ആരോപണം ശക്തമാണ്. അതേസമയം സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. തുടർന്ന് ജയിൽ IG H ഗോപകുമാറിന് അന്വേഷണ ചുമതല നൽകി. സോളാർ കേസിലെ മറ്റൊരു പ്രതിയായ സരിത നായരുടെ മൊഴി അട്ടിമറിച്ച സംഭവത്തിൽ ആരോപണ വിധേയനാണ് IG H ഗോപകുമാർ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. AICC ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് പൗരത്വം സ്വീകരിച്ചിരുന്നതായി BJP നേതാവ് സുബ്രഹ്മണ്യ സ്വാമി. ഇതിന്റെ തെളിവുകൾ തന്റെ പക്കലുണ്ടെന്നും സുബ്രഹ്മണ്യ സ്വാമി വ്യക്തമാക്കി. फॉरेन कंट्री में उन्होंने स्थापित किया और देश को बताया नहीं, इन्फोर्समेंट डायरेक्टरेट को नहीं बताया, फॉरेन एक्सचेंज FCRA के इसमें नहीं बताया. और इस कंपनी 2003 में स्थापित हुई थी और 2009 में बंद किया गया. जो इसमें सबसे बड़ा अपराध. അസഹിഷ്ണുതയ്ക്കെതിരെ പുരസ്കാരങ്ങൾ തിരിച്ചു നൽകിയല്ല പ്രതിഷേധിക്കേണ്ടതെന്ന് രാഷ്ട്രപതി പ്രണബ് മുഖർജി. അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ചകളിലൂടെയും സംവാദത്തിലൂടെയും പരിഹരിക്കണമെന്നും ദേശീയ മാധ്യമ ദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്ന പരിപാടിയിൽ രാഷ്ട്രപതി പറഞ്ഞു. രാജ്യത്തെ അസഹിഷ്ണുത കൂടിവരുന്നെന്ന് പ്രശസ്ത സംവിധായകൻ ശ്യാം ബെനഗൽ. ഇതിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് UPയിലും കർണാടകയിലും നടന്ന സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്. കലാകാരന്മാർ രാജ്യം നൽകിയ പുരസ്കാരങ്ങൾ തിരിച്ചു നൽകുന്നത് ശരിയല്ല എന്നും ശ്യാം ബെനഗൽ പറഞ്ഞു. രാജ്യം നേരിടുന്ന നിലവിലെ പ്രശ്നങ്ങളെല്ലാം ഏത് രീതിയിലാണ് നമ്മളെ ബാധിക്കുന്നതെന്ന കൃത്യമായ നിലപാടാണ് ശ്യാം ബെനഗൽ വ്യക്തമാക്കിയത്. രാജ്യത്ത് അസഹിഷ്ണുത കൂടിക്കൂടി വരികയാണ്. ഇതിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് UPയിലും കർണാടകയിലും നടന്ന സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്. In terms of what happened in UP and what happened in Karnataka, well, Kalburgi was murdered and so on and so forth. These were acts of religious intolerance. Now, surely you have to raise your voice against that. കലാകാരന്മാർക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളുടെ പേരിൽ രാജ്യം നൽകിയ പുരസ്കാരങ്ങൾ തിരിച്ചു നൽകുന്നത് ശരിയല്ല. The present government gives me an award and I disagree with the present government, I can return my award. But when you are given a national award is what it says.
It is an award from the nation. Now, if you are going to return the award from the nation, what has the nation done to you? ഗവൺമെന്റിനെതിരെ പ്രതിഷേധമുണ്ടെങ്കിൽ പ്രതികരിക്കണമെന്നും തെരഞ്ഞെടുപ്പിലൂടെ അതിന് മറുപടി നൽകണമെന്നും ശ്യാം ബനഗൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് മുന്നോടിയായി കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ കേക്ക് മിക്സിംഗ് നടന്നു. കോഫി ഷോപ്പ് ചെയിനായ ഹഗ് എ മഗും ഹൈലൈറ്റും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. വെള്ളിമാട് കുന്നിലെ ആഫ്റ്റർ കെയർ ഹോമിലെ അന്തേവാസികളായിരുന്നു പരിപാടിയിലെ അതിഥികൾ. ഹൈലൈറ്റ് ഗ്രൂപ്പ് MD സുലൈമാൻ, ഹഗ് എ മഗ് പാർട്ണർ നവീദ് അബ്ദുള്ള തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു.